വല്ലവന് പുല്ലുവായുധം ലവൻ എന്താണ് ഈ ആയുധം? ഈ തുളുത്തുളുത്തുളു എന്നുള്ള പാട്ടിന്റെ അർത്ഥം എന്താ അറിയോ? വീട്ടില് പിന്നെ വെളുത്തുള്ളി തീർന്നപ്പോ അത് തേടിപ്പോയെന്നുള്ളത്. എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് പഞ്ചാബി സൈഡ് ഭയങ്കര കണക്ഷൻ ആണെന്നുള്ളത്. ഞാൻ നേരത്തെ ഒരു ക്ലൂ കൊടുത്തിരുന്നു. അപ്പൊ എന്തൊക്കെയോ ഇംപ്രസ് ചെയ്യണം എന്തൊക്കെയോ അവര് പറഞ്ഞിരുന്നു. ആ ഒരു കണക്ഷൻ ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുക്കും. കാരണം ഇംപ്രസ് ചെയ്യാനും പഞ്ചാബിലേക്ക് കൂടെ വരാനുമാണ് ഇന്നത്തെ ഗസ്റ്റിന്റെ കൂടെ ഇവരുടെ പ്ലാൻ. ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചത് ഒരു പഞ്ചാബിയാണ്. ഞങ്ങളത് വിശ്വസിക്കില്ല. എനിക്ക് കല്യാണം കഴിക്കേണ്ടത് പഞ്ചാബിൽ നിന്നാണ്. അവിടെ നിന്ന് കല്യാണം കഴിക്കാൻ എനിക്ക് ഭയങ്കര കല്യാണം കഴിച്ച ഞാൻ ഇവിടെ ബുദ്ധിമുട്ടിരിക്കണോ? ഇനി പങ്കെടു പോയിട്ടാണോ? ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലാണ്ട് നമുക്ക് ഇവിടെ മലയാളികൾ തന്നെയാ നല്ലേ. ആണോ? ഇതില് പഞ്ചാബി ആയിട്ട് തോന്നുന്ന ആരെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എനിക്കൊരു പഞ്ചാബ് കണക്ഷൻ മുഗൾ ഒരു ആ ഒരു ഇതൊക്കെയാണ് ഇവിടെ തോന്നണേ. മെയ് പഞ്ചാഹി ഹൂം. മെയ് നീ പഞ്ചാബ്, ഏപ്രിലോ മലയാളി ഹൂം. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 16 വർഷം. 16 വർഷമായി. 16 വർഷത്തില് നമ്മുടെ കൾച്ചർ ടോട്ടലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താ? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും സഹിക്കാൻ പെട്ടുപോയില്ലേ? അതെ അതെ, വേറെ വഴിയില്ല. പക്ഷെ എല്ലാം വ്യത്യാസമാണ്. കൾച്ചർ അങ്ങനെയാണ് നോക്കണേ. ശരി, എല്ലാം വ്യത്യാസം. പഞ്ചാബിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ? പഞ്ചാബില് സംസാരിക്കോ? പഞ്ചാബി അവര് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. തിരിച്ച് ഞാൻ അങ്ങോട്ട് 2-3 വാക്കെങ്കിലും ഞങ്ങൾക്കൊന്ന് പയറ്റാൻ വേണ്ടിട്ടാ. अच्छा आप मेरे बेटे के बारे में बात कर रहे हो? സ്വാമി ഒന്നും മിണ്ടായിരിക്കും, അവര് സംസാരിക്കട്ടെ. നിത്യ ഗോതമ്പ് കഴിച്ചാൽ നിറമ്പക്കുവോ? അറിയില്ല കേട്ടോ. നിറമ്പക്കുവെന്ന് പറഞ്ഞ് ആര് പറഞ്ഞു? ആൾക്കാര് പറയുന്നുണ്ട്. ശരി, നമ്മുടെ മലയാളി കൾച്ചറിലേക്ക് ലൈക്ക് അരവിന്ദ് സിംഗ് അല്ലേ പുള്ളിയുടെ പേര്, ഹസ്ബൻഡിന്റെ പേര്, ഇവിടെ വന്നപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? തങ്കത്തിന് ബാർലി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതൊരു സത്യം. കേക്കട്ടെ. അല്ല, ഇവിടെ ബാർ ഇല്ല എന്നതാണ് ആളുടെ ഏറ്റവും വലിയ സങ്കടം. പഞ്ചാബിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും ബാറുണ്ട്. കേരളത്തിൽ അത്രയും ബാർ ഇല്ല എന്ന് പറയും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതായത് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇവർ നമ്മളെ പ്രപ്പോസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറെ സീക്വൻസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ചേച്ചി നമ്മുടെ ഇവിടെ വന്നിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 16 years ഓഫ് റിലേഷൻഷിപ്പ്, ക്യാബിൻ ക്രൂ ആണ് അദ്ദേഹം. അപ്പോ ഇനിയും ഒരുപാട് പഞ്ചാബിലെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇപ്പൊ അത് ആലോചിക്കുമ്പോ എന്ത് തോന്നുന്നത്? എവിടെ പോയി കിടക്കായിരുന്നു ഈ മലയാളികളൊക്കെ എന്ന് തോന്നിപ്പോയി. സത്യം മനസ്സിലാവില്ലല്ലോ. നിങ്ങള് ഫ്ലൈറ്റിൽ വെച്ചല്ലേ തങ്കച്ചന് ഈ ബിനീഷ് ബാസിൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു എയർ ഹോസ്റ്റസുമായിട്ട് ഒരു പാട്ട് പാടി, പരിചയപ്പെട്ട് ഒരു പാട്ട് പാടി. അപ്പൊ തന്നെ ഫ്ലൈറ്റ് താത്തേച്ച് പൈലറ്റ് ഇറങ്ങി ഓടി. നിനക്കൊന്നുമില്ല. എനിക്കിപ്പോ വീട്ടിൽ പോകണം. അത് കേട്ടപ്പോ എനിക്കൊരു ആശങ്കയുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. തങ്കത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് പുറകോട്ടൊരു പിടുത്തം. ആരാ പ്രപ്പോസൽ വന്ന ഇവിടുന്ന? ഇത് ക്യാബിൻ ക്രൂ അല്ലായിരുന്നു, മറ്റേത് ക്യാബിനിലെ സ്ക്രൂ ആയിരുന്നു. ഷർട്ടയിൽ ഉടക്കിയതാണ്.